പ്രൈസ് ദ ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നാം ചിന്തിക്കുന്ന വിഷയം ദൈവവിശ്വാസവും വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയും എന്നുള്ള കാര്യമാണ്. ഇബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ വിശ്വാസ വീരന്മാരുടെ ഒരു വലിയ പട്ടിക നമുക്ക് കാണുവാൻ കഴിയും. അതിൻ്റെ 8-ാം വാക്യത്തിൽ നാം അബ്രഹാമിനെ കുറിച്ച് കാണുന്നു. വിശ്വാസത്താൽ അബ്രഹാം എങ്ങോട്ട് പോകണം എന്നറിയാതെ അദൃശ്യ ദൈവത്തെ അനുസരിച്ചു യാത്ര പുറപ്പെട്ടു. വിശ്വാസത്താൽ യാത്ര പുറപ്പെട്ടു. എങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞില്ല, യാത്ര പുറപ്പെട്ടു. യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് വഴി മുമ്പോട്ട് കാണിച്ചു കൊണ്ടിരുന്നത്. 11-ാം വാക്യത്തിൽ സാറയെക്കുറിച്ച് കാണുന്നു. വിശ്വാസത്താൽ സാറ പുത്രോത്പാദനത്തിന് ശക്തി പ്രാപിച്ചു. അവൾക്ക് കുട്ടികളില്ലായിരുന്നു, അതിനുള്ള ശക്തി കഴിവ് അവൾക്കില്ലായിരുന്നു. എന്നാൽ ദൈവം എനിക്ക് സന്തതിയെ തരും എന്നുള്ളതിൻ്റെ വിശ്വാസത്താൽ, ദൈവവിശ്വാസം മൂലം ഇല്ലാതിരുന്ന ശക്തി അവൾക്ക് ലഭിച്ചു. അവൾക്ക് സന്തതികൾ ജനിച്ചു. ഹല്ലേലൂയ. ആകാശത്തിലെ നക്ഷത്രം പോലെയും കടൽക്കരയിലെ മണൽ പോലെയും എണ്ണിത്തീർക്കുവാൻ കഴിയാത്ത വലിയൊരു ജാതി തന്നിൽ നിന്ന് പിന്നീട് ഉത്ഭവിക്കുവാനിടയായി. 17-ാം വാക്യത്തിൽ വിശ്വാസത്താൽ അബ്രഹാം ഇസഹാക്കിനെ യാഗം അർപ്പിച്ചു. താൻ യാഗമായി പൊടിയായി തീർന്നില്ലെങ്കിലും ഹല്ലേലൂയ അതിനായി താൻ തയ്യാറായി. ദൈവം പറഞ്ഞ സ്ഥലത്തേക്ക്, ഉയർന്ന സ്ഥലത്തേക്ക് അവനെ കൂട്ടിക്കൊണ്ടുപോയി. ഹല്ലേലൂയ യാഗത്തിന് വേണ്ട സകല കാര്യങ്ങൾ ഒരുക്കി പോയി. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആടിനെ കൊണ്ടുപോയില്ല, ഇസഹാക്കിനെ യാഗം കഴിപ്പിക്കുവാനാണ് പോയത്. വിറകും കത്തിയും തീയും സകല സജ്ജീകരണം, കെട്ടുവാനുള്ള കയറും എല്ലാം കൊണ്ട് കടന്നുപോയി. പറഞ്ഞ സ്ഥലത്ത് ഇസഹാക്കിനെ കിടത്തി അവനെ വെട്ടുവാൻ തുടങ്ങിയപ്പോൾ അബ്രഹാമേ ബാലൻ്റെ മേൽ കൈവയ്ക്കരുത് എന്ന് പറഞ്ഞ ദൈവം വിലക്കി. എന്നാൽ യാഗം അവിടെ നടന്നു, യാഗം അർപ്പിച്ചു എന്നിവിടെ പറയുവാൻ കാരണം ഹാലില്ല തൊട്ടരികിൽ കെട്ടപ്പെട്ട ഒരു ആടിനെ കാണുകയും അതിനെ എടുത്ത് യാഗം കഴിക്കുകയും ചെയ്തു. സ്തോത്രം. അതിനെ ഹാലില്ല, അതിന് അബ്രഹാം തയ്യാറായത് താൻ യാഗം അർപ്പിച്ചതായി ദൈവം അംഗീകരിച്ചു. 22-ാം വാക്യത്തിൽ വിശ്വാസത്താൽ ജോസഫ് താൻ മരിക്കാറായപ്പോൾ ഇസ്രായേൽ മക്കളുടെ പുറപ്പാടിൻ്റെ കാര്യം ഓർപ്പിച്ചു. തൻ്റെ അസ്ഥികളെക്കുറിച്ച് കൽപ്പന കൊടുത്തു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. ജോസഫിന് വിശ്വാസമുണ്ടായിരുന്നു. മരിക്കാറായപ്പോൾ ഹല്ലേലൂയ ഭാവിയിൽ തനിക്ക് ശേഷം നടക്കുവാനുള്ള കാര്യത്തെക്കുറിച്ച് താൻ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ നടക്കുവാൻ വേണ്ടി തൻ്റെ വിശ്വാസത്തിൻ്റെ വലിപ്പം മൂലമാണ് ആ കാര്യം ഓർപ്പിക്കുവാൻ ഇടയായി തീർന്നത്. തൻ്റെ ആസ്തികളെ കൂടെ കൊണ്ടുപോകണമെന്ന് കൽപ്പന കൊടുത്തു. കാര്യം അത് സംഭവിക്കുമെന്ന് അവൻ പൂർണ്ണമായി വിശ്വസിച്ചു. ഇസഹാക്കിന് അബ്രഹാം ദൈവത്തിലുള്ള വലിയ വിശ്വാസത്തെയാണ് അവിടെ കാണുന്നത്. 23-ാം വാക്യത്തിൽ വിശ്വാസത്താൽ മോശ ജനിച്ചപ്പോൾ അവൻ്റെ പേരൻസ് കുട്ടിയെ ഒളിപ്പിച്ചു. ഹല്ലേലൂയ. കാലത്ത് കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ നിശ്ചിത പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾ, ആൺകുഞ്ഞുങ്ങളെയൊക്കെയും ഹല്ലേലൂയ നീലനദിയിൽ എറിഞ്ഞ് കൊല്ലുക അവൻ്റെ പതിവായിരുന്നു. എന്നാൽ ഹല്ലേലൂയ മോശ ജനിച്ചപ്പോൾ ദിവ്യസുന്ദരനായിരുന്നു അവൻ. അതുകൊണ്ട് അവൻ്റെ മാനുഷികമായ സൗന്ദര്യത്തിനപ്പുറം ഒരു പ്രത്യേക തേജസ് കണ്ടു. അവനെ കൊണ്ട് ദൈവത്തിനെന്തോ ഉദ്ദേശമുണ്ടെന്ന് കണ്ട് അവനെ കൊല്ലുവാൻ, അവനെ എറിഞ്ഞു കളയുവാൻ അവർ ആഗ്രഹിച്ചില്ല. ഞാങ്ങണപ്പെട്ടകം ഉണ്ടാക്കിയതിൽ വെച്ച് നീലനദിയിൽ അവനെ ഹല്ലേലൂയ അവിടെ ഒളിപ്പിച്ചു വെച്ചു എന്ന് കാണുവാൻ അതവൻ്റെ വലിയ വിശ്വാസമാണ്. അപ്പോൾ വിശ്വാസത്താൽ ഒളിപ്പിച്ചു. 32-ാം വാക്യത്തിൽ ഗിദെയോൻ, ബാരാക്ക്, സാംസൺ, ഇബ്താഹ്, ദാവീദ്, ശമൂവേൽ എന്നിവർ വിശ്വാസത്തിൽ സമ്പന്നരായിരുന്നു എന്ന് കാണുന്നുണ്ട്. കാര്യങ്ങളെക്കുറിച്ച് നമ്മളിപ്പോൾ ഡീറ്റെയിലായിട്ട് പറയുന്നില്ലെങ്കിലും ഒറ്റ വാക്കിൽ അത് പറയുകയാണ്.
പഴയ നിയമത്തിലെ കാര്യങ്ങളാണ് ഇതുവരെ നാം പറഞ്ഞുകൊണ്ട് ന്യൂ ടെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ആ വിഷയത്തിലേക്ക് നാം കിടക്കുകയാണ്. എഫേസ്യ ലേഖനം 6:10 ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. 11-ാം വാക്യത്തിൽ ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിപ്പീൻ എന്ന് കാണുന്നു. എന്തിന്? 15-ാം വാക്യത്തിൽ മുതൽ വായിക്കുമ്പോൾ ദുർദിവസത്തിൽ എതിർത്തു നിൽപ്പാനും ഉറച്ചു നിൽക്കുവാനും കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം എടുത്തുകൊള്ളി. സർവായുധവർഗത്തെക്കുറിച്ച് നാം 14-ാം വാക്യം മുതൽ കാണുന്നുണ്ട്. അരയ്ക്ക് സത്യം കെട്ടുക. സത്യം കെട്ടുക എന്ന്, അരയ്ക്ക് കെട്ടുക എന്ന് പറഞ്ഞാൽ ബെൽറ്റാണ് അരയ്ക്ക് കെട്ടുന്നത് പോലെ അത് വളരെ സത്യസന്ധമായിരിക്കണം. അതിൽ നാം ഡ്രസ് ചെയ്യുമ്പോൾ ബെൽറ്റ് ഇട്ട് മുറുകുമ്പോൾ നമുക്ക് ഒന്നും നോക്കാതെ സഞ്ചരിക്കുവാൻ കഴിയും. അത് ഏറ്റവും പ്രധാന കാര്യമാണ്. അരയ്ക്ക് സത്യം കെട്ടുക. നീതി എന്ന കവചം, ബ്രസ്റ്റ് പ്ലേറ്റ്, നീതി എന്ന കവചം ഇട്ട് കഴിഞ്ഞാൽ വാളുകൊണ്ട് വെട്ടേറ്റാൽ, ഹല്ലേലൂയ, കുന്തമെറിഞ്ഞാൽ അത് ഹാനി വരുത്തുകയില്ല, ശരീരത്തെ ബാധിക്കുകയില്ല. നീതി ഉള്ളവരായിരിക്കണം, സത്യമുള്ളവരായിരിക്കണം, നീതിയുള്ളവരായിരിക്കണം. 15-ാം വാക്യത്തിൽ സമാധാന സുവിശേഷത്തിനുള്ള ഒരുക്കം കാലിന് ചെരുപ്പാകും എന്ന് പറഞ്ഞാൽ, ഹല്ലേലൂയ, ചെരുപ്പിട്ട് നടക്കുവാനായി തുനിയുന്നത് പോലെ സുവിശേഷം ഏതു സമയത്തും സുവിശേഷം അറിയിക്കുവാൻ, സാഹചര്യം അനുസരിച്ച് ഏറ്റവും അധികം സുവിശേഷം അറിയിക്കുവാനുള്ള താല്പര്യമായിരിക്കണം. ഏറ്റവും ഒരുങ്ങിയിരിക്കുന്ന പോലെ, യാത്രയ്ക്കായി ഒരുങ്ങി ശേഷം ചെരുപ്പിട്ട് ഇറങ്ങുന്നത് പോലെ ഗ്ലോറി എപ്പോഴും നമ്മൾ സുവിശേഷം അറിയിക്കുവാൻ ഒരുക്കമുള്ളവരായിരിക്കണം എന്നത് കാണിക്കും. 4-ാമത്തെ കാര്യം 16-ാം വാക്യം, വിശ്വാസം എന്ന പരിച. ഗ്ലോറി അതെന്തിനാണ്? ദുഷ്ടൻ്റെ തീയമ്പുകളെയൊക്കെയും കെടുക്കുവാൻ വേണ്ടി വിശ്വാസം എന്ന പരിച. അവിശ്വാസം വരുമ്പോഴാണ് ഗ്ലോറി വിശ്വാസം എന്ന പരിച കൊണ്ട് അവിശ്വാസത്തെ തടയുന്നത്. ദുഷ്ടചിന്തകൾ വരുമ്പോൾ, അവിശ്വാസങ്ങൾ വരുമ്പോൾ, വചനവിരുദ്ധമായ കാര്യങ്ങൾ ഒക്കെയും മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ, ജഡത്തിൻ്റെ സ്വഭാവങ്ങൾ നമ്മൾ മുളയ്ക്കുമ്പോൾ വിശ്വാസമെന്ന പരിച കൊണ്ട് ഹല്ലേലൂയ നമ്മെ അതിനെ തടുത്ത് വചനമെന്ന വാളുകൊണ്ട് വെട്ടേണ്ടതായിട്ടു. 17-ാം വാക്യത്തിൽ രക്ഷ എന്ന ശിരസ്ത്രം ഏറ്റവും പ്രധാനപ്പെട്ടാണ്. തലയിലാണ് രക്ഷ എന്ന ശിരസ്ത്രം, തലയിൽ വയ്ക്കുന്നതാണ് ശിരസ്ത്രം. അത് രക്ഷയായിരിക്കണം. അത് എല്ലാവരും കാണും. നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണെന്ന് മറ്റുള്ളവരെ അറിയിക്കുവാനല്ല, രക്ഷയുടെ അനുഭവങ്ങൾ മറ്റുള്ളവരെയും രക്ഷിക്കുവാൻ, രക്ഷയെക്കുറിച്ച് പറയുവാൻ, രക്ഷിക്കപ്പെട്ടവൻ്റെ ജീവിതം ഉണ്ടാകുവാൻ, ഗ്ലോറി രക്ഷിക്കപ്പെട്ടവനാണെന്ന് അറിയുവാൻ. ഹല്ലേലൂയ, രക്ഷയെക്കുറിച്ച് എപ്പോഴും ബോധമുള്ളവരും രക്ഷിക്കപ്പെടാത്തവർ നരകത്തിൽ നാശത്തിൽ പോകുന്നുള്ള ചിന്തയിൽ എങ്ങനെയെങ്കിലും ഒരുവനെ രക്ഷിക്കപ്പെടുവാനുള്ള ഒരു ആത്മദാഹവും നമുക്ക് ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. 18-ാം വാക്യം, വേഴ്സ് 18, സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും പ്രാർത്ഥിച്ചും ആത്മാവിലതിനായി ജാഗരിച്ചും കൊണ്ട് പ്രാർത്ഥനയും ജാഗരണവും. സകല പ്രാർത്ഥനയാലും, എല്ലാം പ്രാർത്ഥനയോടുകൂടെ ചെയ്യുക. പ്രാർത്ഥനയോടുകൂടെ പ്രവൃത്തി ചെയ്യുക, പ്രാർത്ഥനയോടുകൂടെ യാത്ര ചെയ്യുക, പ്രാർത്ഥനയോടുകൂടെ പഠിക്കുക, പ്രാർത്ഥനയോടുകൂടെ ആരാധിക്കുക. ഏത് കാര്യത്തിനും ആദ്യം പ്രാർത്ഥന ആയിരിക്കണം. പ്രതിസന്ധിയിലും അല്ലാത്തപ്പോഴും ഒരു പ്രാർത്ഥനാ ജീവിതം നമുക്ക്, അതിനായി പ്രാർത്ഥിക്കുന്ന വിഷയത്തിനായി നാം ജാഗരിക്കണം. പ്രാർത്ഥിച്ച് അത് കിട്ടുവോളം അതിനായി നാം കാത്തിരിക്കണം. അതാണ് അതിൽ പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിക്കുകയും. 2 Corinthians 10:4, നമ്മുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല, വേൾഡ്ലിയല്ല നമ്മുടെ ആയുധങ്ങൾ. കോട്ടകളെ ഇടിക്കുവാൻ ദൈവസന്നിധിയിൽ ശക്തിയുണ്ട്. സ്പിരിച്വൽ ആർമമെൻറ്റ്സ്. കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ പോരിൻ്റെ ആയുധങ്ങൾ ആത്മീകമാണ്. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞുകൊണ്ട് ഏത് വിചാരത്തെയും
ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കിയും ഇരിക്കുന്നു എന്ന് കാണും. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങൾ, ഇമാജിനേഷൻ, ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും വചനവിരുദ്ധമായി കൊണ്ട് കടന്നു വരുന്ന സംശയങ്ങളും ഇടിച്ചു കളഞ്ഞു. വികാരങ്ങൾ എന്തായിത്തീരും, നടക്കുമോ നടക്കത്തില്ലയോ, എതിരുകൾ ഉണ്ടാകുമോ, അത് സംഭവിക്കുമോ, എനിക്കത് ലഭിക്കുമോ, അങ്ങനെയുള്ള ചിന്തകൾ പിശാച് കൊണ്ടുവരും. ഗ്ലോറി, അത് അങ്ങനെയുള്ള വേണ്ടാത്ത ദുഷ്ടചിന്തകളെയെല്ലാം ഗ്ലോറി ആത്മാവിൽ പിടിച്ചടക്കി ദൈവം വചനപ്രകാരം അല്ലെങ്കിൽ ദൈവം നമ്മോട് പറയുന്ന കാര്യം നടപ്പിൽ വരുത്തുവാൻ നാം മുന്നോട്ട് ഗമിക്കേണ്ടതായിട്ട്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആത്മീയ യാഗമായി നാം തന്നെ തീരുവാൻ നമ്മുടെ ഹൃദയശരീരത്തെ സമർപ്പിച്ചുകൊണ്ട് ദൈവവചനം അനുസരിക്കുവാൻ, നമ്മിൽ കർത്താവിനെ എല്ലാവരും കാണുവാൻ സുവിശേഷാത്മാവിനാൽ ദൈവം നമ്മെ നിറയ്ക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ